ഹായ്, നിങ്ങളുടെ ഫോണിൽ ചെറിയൊരു സെറ്റിംഗ്സ് ഉണ്ട്. ആ സെറ്റിംഗ്സ് നിങ്ങൾ ഓഫ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഡാറ്റ മൊത്തം ഗൂഗിൾ കൊണ്ടുപോകാനും അത് തേർഡ് പാർട്ടിക്ക് ഷെയർ ചെയ്യാനും മറ്റുള്ള എല്ലാവരും അറിയാനുള്ള സാധ്യതയുണ്ട്. ഏതാണ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തു വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. മൊബൈൽ ഉപയോഗിക്കുന്നത് നമ്മൾ എല്ലാവരുടെയും ഫോണിൽ ഉണ്ടാവും നോട്ട്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഗൂഗിൾ നോട്ട്സ് അല്ലെങ്കിൽ നോട്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ പല പാസ്വേഡുകളും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ അറിയാതെ തന്നെ ഗൂഗിൾ നമ്മുടെ അടുത്ത് ചോർത്തി കൊണ്ടുപോകുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ജിമെയിലുള്ള നമുക്ക് വന്നിരിക്കുന്ന മെയിലുകൾ, അതിലുള്ള കണ്ടന്റുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാതെ തന്നെ അത് ഗൂഗിൾ വഴി തേർഡ് പാർട്ടിക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. മാത്രമല്ല നമ്മൾ സാധാരണ വാട്സപ്പ് ഉപയോഗിക്കാറുണ്ട്. വാട്സപ്പിലുള്ള നമ്മുടെ ചാറ്റുകൾ കാര്യങ്ങളെല്ലാം, അതുപോലെ തന്നെ ഫേസ്ബുക്കിലുള്ള കാര്യങ്ങൾ, ഇങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഫോൺ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നുണ്ട്. അത് ഗൂഗിളിൽ കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഫേസ്ബുക്കിൽ ഇതിലൊക്കെ കളിക്കുന്ന ആളുകളാണ് അല്ലേ. പക്ഷേ ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അത് എങ്ങനെയാണ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. പ്രത്യേകിച്ച് നമുക്ക് ഗൂഗിൾ നോട്ട്സിലൊക്കെ നമ്മൾ ഒരിക്കലും നമ്മുടെ പാസ്വേഡ് കാര്യങ്ങളൊന്നും സേവ് ചെയ്ത് വെക്കരുത്. അതിനുള്ള കാരണം ഇത് തന്നെയാണ്. കണ്ടില്ല, ഇവിടെയുള്ള ഈ പാസ്വേഡുകളൊക്കെ ഞാൻ അധികം പാസ്വേഡുകൾ ഞാൻ എന്റെ ഗൂഗിൾ നോട്ട്സിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചില ആളുകൾക്കാണെങ്കിൽ ജസ്റ്റ് നോട്ട്സ് ആണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ചിലർക്ക് കീപ്പ് നോട്ട്സ് എന്നാണ് ഉണ്ടാവുക. ഇതിലുള്ള സാധനങ്ങളെല്ലാം അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നത് നമ്മൾ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു ഓപ്ഷൻ ഓക്കെ ആക്കി വെച്ചതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏറ്റവും ആദ്യം ഞാൻ ആ സെറ്റിംഗ്സ് കാണിച്ചു തരാം. അത് എവിടെയാണ് ക്ലിയർ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതിനായി നമ്മുടെ ഫോണിന്റെ സെറ്റിംഗ്സ് ഉണ്ടല്ലോ, ആ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ആ സെറ്റിംഗ്സിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യണമെന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ട് സെർച്ച് ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ സെർച്ച് ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ ഗൂഗിൾ എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. സെർച്ച് ഓപ്ഷനിൽ ഗൂഗിൾ എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഗൂഗിൾ എന്നുള്ള ഒരു ഓപ്ഷൻ വരും. ചില ഫോണുകളിൽ ഇങ്ങനെ ഗൂഗിൾ കിട്ടാറുള്ളൂ. ചില ഫോണുകളിലാണെങ്കിൽ നേരിട്ട് തന്നെ നമുക്ക് സെറ്റിംഗ്സിൽ തന്നെ നമുക്ക് ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ, സെറ്റിംഗ്സിൽ ഏറ്റവും താഴേക്ക് വന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പൊ ആ ഗൂഗിൾ നമ്മളൊന്ന് പ്രസ് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ സർവീസ് എന്ന് പറയുന്ന ഓപ്ഷൻ മേലെ കാണുന്നുണ്ട്. അതിന്റെ തൊട്ട താഴെയായിട്ട് നമ്മളുടെ ഇമെയിൽ ID കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഏത് മെയിലാണോ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് അതാണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ഏരോ മാർക്ക് കാണുന്നില്ലേ, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോണിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മെയിൽ ID ഏതാണോ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന മെയിൽ ID ഏറ്റവും മേലെ ഉള്ളതാണ്. ഞാൻ അത് സെലക്ട് ചെയ്തു. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഇമെയിലിന്റെ താഴെയായിട്ട് റെക്കമെൻഡഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിന്റെ തൊട്ടടുത്ത് ഓൾ സർവീസസ് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നമുക്ക് റെക്കമെൻഡഡ് അല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് ഓൾ സർവീസസ് ആണ് വേണ്ടത്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ, കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് പേഴ്സണലൈസ്ഡ് യൂസിങ് ഷെയർ ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യണമെങ്കിൽ. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണാം. പേഴ്സണലൈസ്ഡ് യൂസിങ് ഷെയർഡ് ഡാറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ പേഴ്സണലൈസ് യൂസിങ് ഷെയർ ഡാറ്റ കാണിക്കുന്നുണ്ട്. അതിന്റെ താഴെയായിട്ട് ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഫോണിൽ ഏതെല്ലാം ആപ്പുകൾ ഇവിടെ വന്ന് കിടക്കുന്നുണ്ടെന്നുള്ളത് നോക്കുക. എന്റെ ഫോണിൽ കാണിക്കുന്നത് മാപ്സ് കാണിക്കുന്നുണ്ട്, അതേമാതിരി ഗൂഗിൾ നോട്ട്സ്, ചിലരുടെ ഫോണിൽ നോട്ട്സ് ആയിരിക്കും ഉണ്ടാവുക, ജിമെയിൽ കാണിക്കുന്നുണ്ട്. അതിന്റെ താഴെയായിട്ട് അതർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ നമുക്ക് ഡിവൈസ് കോൺടാക്ട്സ് കാണിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എക്സ്റ്റേണൽ ഓഡിയോ എന്നുള്ള ഒരു മീഡിയ എന്നുള്ള ഒരു കാര്യം കൂടി കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കൂ, നിങ്ങൾ ഞെട്ടി പോകും. കാരണം നിങ്ങളുടെ താഴെ തന്നെ അത് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഗൂഗിള് നിങ്ങളുടെ ഈ കാര്യങ്ങളെല്ലാം എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് നല്ല സർവീസ് തരാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ഇവർ പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അത് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് ആദ്യം തന്നെ കാണിക്കുന്ന ഗൂഗിൾ മാപ്സ്, നമ്മൾ എങ്ങോട്ടെല്ലാം പോകുന്നുണ്ട്, ഏതെല്ലാം ഷോപ്സിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ ഈ മാപ്സ് വഴി അവർക്ക് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്സ് ഇതിൽ നിന്നും ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. അഥവാ നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം മാപ്സ് ഓൺ ചെയ്താൽ മതി. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ മാപ്സ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇനി രണ്ടാമതായിട്ട് കാണിക്കുന്നത് കീപ്പ് നോട്ട്സ് എന്നുള്ളതാണ്. കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. കീപ്പ് നോട്ട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് കീപ്പ് നോട്ട്സ്. ചിലവരുടെ ഫോണിൽ നോട്ട്സ് ആണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ പാസ്വേഡ് ഒക്കെ മറന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന നോട്ട്സിലേക്ക് പല ആളുകളും സേവ് ചെയ്ത് വെക്കാറുണ്ട്. പക്ഷെ അതിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കീപ്പ് നോട്ട്സിൽ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ ഈ ഗൂഗിളിൽ നമ്മൾ ഇത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ പാസ്വേഡും കാര്യങ്ങളും അറിയാൻ സാധിക്കും. ഇത് തേർഡ് പാർട്ടിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാങ്കിലുള്ള കാര്യങ്ങളും പൈസ എല്ലാം അടിച്ചു മാറ്റി കൊണ്ടുപോകാനും നമ്മുടെ ഡാറ്റ എല്ലാം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ അതിന്റെ തൊട്ട് താഴെ കാണുന്ന ഓപ്ഷനാണ് ജിമെയിൽ. അതും നമ്മൾ ഓൺ ചെയ്ത് വെച്ചതാണ്. അത് ഓൺ ചെയ്ത് വെച്ചാലുള്ള പ്രശ്നം എന്താണ്, നമ്മുടെ ജിമെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന നമുക്ക് വരുന്ന പല സീക്രട്ട് ആയിട്ടുള്ള പല മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ മെയിലുകളെല്ലാം ഇവർ അടിച്ചു മാറ്റി കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ചിലപ്പോഴൊക്കെ OTP നമുക്ക് ജിമെയിലിലേക്ക് ആയിരിക്കും വരിക. അതൊക്കെ തേർഡ് പാർട്ടിക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതും ഓഫ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം നമുക്ക് ഇവിടെ കണ്ടില്ലേ ഡിവൈസ് കോൺടാക്ട്സ് പറയുന്നുണ്ട്. ഈ ഡിവൈസ് കോൺടാക്ട്സ് നമ്മുടെ ഫോണിലെ കോൺടാക്ട്സുകൾ മൊത്തം തേർഡ് പാർട്ടിയുടെ കയ്യിലേക്ക് എത്താനുള്ള വളരെ സാധ്യത കൂടുതലാണ്.
അപ്പൊ നമ്മൾ കണ്ടില്ലേ, നമ്മള് ഫോൺ കോൺടാക്ട്സ് നമുക്ക് അറിയുന്ന ആളുകളുടെ മാത്രമാണ് നമുക്ക് ഇവിടെ ഉണ്ടാവുന്നത്. ഈ കോൺടാക്ട്സുകൾ മൊത്തം അവർക്ക് അറിയാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് ഇത് എപ്പോഴും ഓഫ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ മീഡിയ, നമ്മുടെ ഓഡിയോ ആണെങ്കിലും ഇങ്ങനത്തെ പല കാര്യം നമ്മൾ സംസാരിക്കുന്ന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മീഡിയാസ് മൊത്തം ഇവർക്ക് കിട്ടാനുള്ള വളരെ സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഓഫ് ചെയ്യണം. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാപ്സിന്റെ കാര്യത്തിൽ ചില സമയത്ത് നമുക്ക് ചില ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് മാപ്സ് ആവശ്യം വരാറുണ്ട്. അപ്പം അതിനുള്ള പെർമിഷൻ മാത്രം ആ വൈൽ യൂസിങ് ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ മാത്രം ഓൺ ചെയ്ത് കൊടുക്കുക. പക്ഷെ ഒരിക്കലും കീപ് നോട്ട്സിന്റെ കൊടുക്കരുത്. കാരണം പാസ്വേഡുകളും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിലാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ ഇത് ഒരിക്കലും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. അതുകൊണ്ട് അത് ഓഫ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ജിമെയിലും ഓഫ് ചെയ്യാൻ മറന്നു പോകരുത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമന്റ് അറിയിക്കാൻ